ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഞങ്ങളുടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ടൈറ്റിലും തമ്പനയിലും ഒക്കെ കണ്ട പോലെ തന്നെ എൻ്റെ ബർത്ത്ഡേയുടെ അന്ന് എടുത്തിട്ടുള്ള വ്ളോഗാണ്. ഇപ്പോൾ 25-ാം തീയതി ആയിരുന്നു ബർത്ത്ഡേ. 32 വയസ്സാണ് കേട്ടോ ആയത്. അപ്പോൾ എനിക്കാണെങ്കിൽ എല്ലാ പ്രാവശ്യവും ഹസ്ബൻഡ് എന്തെങ്കിലുമൊക്കെ സർപ്രൈസായിട്ട് ഇതുപോലെ ഗിഫ്റ്റ് മേടിച്ച് തരുമോ എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത്തവണ ഒന്നും തന്നെ വേണ്ടാന്നും ഞങ്ങൾ തീരുമാനിച്ചതാണ്. പക്ഷേ എനിക്ക് പുള്ളി ഡ്രസ്സ് നേരത്തെ തന്നെ എടുത്തു തന്നായിരുന്നു കേട്ടോ. ഞാൻ നിങ്ങളോട് കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു വ്ളോഗിൽ. അപ്പോൾ എനിക്കറിയാം എന്തെങ്കിലും ഒരു സർപ്രൈസ് പുള്ളി തരുമെന്നുള്ളത്. അപ്പോൾ ഇത് ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു. അങ്ങനെ നൈറ്റ് 12 മണി ആയപ്പോഴത്തേക്കും കേക്കൊക്കെ മേടിച്ചുകൊണ്ട് നേരത്തെ തന്നെ വെച്ചിട്ട് റൂമിലൊക്കെ കൊണ്ടുവന്ന് വെച്ചിരുന്നു കേട്ടോ, ഞാൻ അറിയാതെ. എന്നിട്ട് 12 മണി ആയപ്പോഴത്തേക്കും എല്ലാം സെറ്റ് ചെയ്തിട്ട് ഞാൻ ഭയങ്കര ഉറക്കമായിരുന്നു. എന്നെ വിളിച്ചുണർത്തിയിട്ട് കേക്കൊക്കെ കട്ട് ചെയ്യിപ്പിച്ചിട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ എൻ്റെ ആ ഒരു സന്തോഷം കാണാനാണ് അദ്ദേഹവും കാത്തിരുന്നത് എന്നുള്ള പോലെയായിരുന്നു കേട്ടോ എക്സ്പ്രഷനൊക്കെ. ആമിയും നല്ല ഉറക്കമായിരുന്നു. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടി കേക്കൊക്കെ കട്ട് ചെയ്ത് ഒരു ഇച്ചിരിയാണ് കഴിച്ചത്. എന്നിട്ട് നെക്സ്റ്റ് ഡേ നമുക്ക് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചിരുന്നു. പിന്നെ രാവിലെ ഉറക്കം എഴുന്നേറ്റു. 6 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എഴുന്നേറ്റിട്ടുണ്ട്. അപ്പോൾ ഇന്നാണെങ്കിൽ എനിക്ക് ക്ഷേത്രത്തിൽ പോകാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ എനിക്കത് ഭയങ്കര ഒരു സങ്കടമുണ്ട്. പിന്നെ ഇതിൽ തന്നെ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യം എന്ന് പറയുന്നത്, ബർത്ത്ഡേക്ക് വിഷ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. എന്നെ വാട്സാപ്പ് വഴിയും അല്ലാതെ യൂട്യൂബിലും ഒക്കെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുള്ള എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. നിങ്ങൾ പലരും ഓർത്ത് വെച്ചിട്ടൊക്കെ എനിക്ക് മെസ്സേജ് കമൻ്റായിട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അവരോടൊക്കെ എത്ര നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല. അങ്ങനെ ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ കിച്ചണിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജോലികളൊക്കെ നമ്മൾ ചെയ്യണമല്ലോ, ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലേ. അങ്ങനെ എല്ലാ പ്രാവശ്യത്തെയും പോലെ തന്നെ ഇപ്രാവശ്യവും ഹസ്ബൻഡ് പുറത്ത് കൊണ്ടുപോയി ഭക്ഷണം മേടിച്ച് തരും. ഞങ്ങളുടെ 3 പേര് ബർത്ത്ഡേക്ക് ആണെങ്കിലും അതുപോലെ വെഡ്ഡിങ് ഡേ വരുമ്പോഴാണെങ്കിലും പുറത്ത് പോയിട്ടാണ് ഞങ്ങൾ ലഞ്ച് കഴിക്കുന്നത്. അപ്പോൾ ഇന്നും അങ്ങനെ പോകാനായിട്ട് പ്ലാൻ ഉണ്ട്. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് ഞാൻ എൻ്റെ സെൽഫ് കെയറും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്നെപ്പോലെ ഇതുപോലെ ഹോം മേക്കറായിട്ടുള്ള, അതായത് എസ്പെഷ്യലി ഒരു 30 വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്കും പല വീട്ടമ്മമാരും ഒന്ന് കണ്ണാടിയിൽ പോലും നോക്കാൻ സമയമില്ലാത്തവരായിരിക്കുമല്ലേ പലരും. പക്ഷേ നമ്മൾ ഇതിനൊക്കെ സമയം കണ്ടെത്തുക തന്നെ വേണം കേട്ടോ. എന്നും നമ്മൾ നമ്മുടെ മുഖമൊക്കെ ഒന്ന് കണ്ണാടിയിലൊന്ന് നോക്കുക. പിന്നെ നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുക. ആരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാലും എന്തൊക്കെ നമുക്ക് ജീവിതത്തിലുണ്ടെന്ന് പറഞ്ഞാലും നമ്മളിൽ പലരും നമ്മളെ സ്നേഹിക്കാനായിട്ട് മറന്നു പോകുന്നവരാണല്ലേ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ഹെൽത്തും സൗന്ദര്യമാണെങ്കിലും ഒക്കെ നമ്മൾ തന്നെ ശ്രദ്ധിക്കണം. നമ്മൾ എല്ലാവരെയും നോക്കുന്നതിനോടൊപ്പം തന്നെ നമ്മളെ കൂടി ഒന്ന് നോക്കാനായിട്ട് ശ്രമിക്കുക. അറ്റ്ലീസ്റ്റ് നമ്മുടെ ബർത്ത്ഡേ വരുമ്പോഴെങ്കിലും അതൊന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും എന്നെ ശ്രദ്ധിക്കാറുണ്ട്. എല്ലാ ദിവസവും ഞാൻ എന്നെ സ്നേഹിക്കാറുണ്ട്. ഓരോ നിമിഷവും ഞാൻ എന്നോട് സംസാരിച്ച് തന്നെയാണ് ജീവിക്കുന്നതെന്നൊക്കെ ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ. അതൊന്നും വെറുതെ വ്ളോഗിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വെറും വാക്ക് പറയുന്നതോ ഒന്നും അല്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്കും കൂടി ഇൻസ്പിറേഷൻ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ദോശയാണ് ഉണ്ടാക്കാനുള്ളത്. പക്ഷേ രാവിലെ ഞങ്ങൾ എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ജ്യൂസായിട്ട് കുടിക്കുകയോ അല്ലെങ്കിൽ കട്ടനൊക്കെ കുടിക്കുകയോ ചെയ്യും. ഇന്ന് ഞാനിപ്പോൾ കട്ടൻ കുടിക്കുന്നില്ല. ഹെൽത്തി ആയിട്ട് തന്നെ ഒരു നെല്ലിക്ക ജ്യൂസ്, കുക്കുംബറും നെല്ലിക്കയും കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുള്ളൊരു ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ളൊരു ജ്യൂസാണത്. അത് കുടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും എൻ്റെ ഹസ്ബൻഡും അത് കുടിച്ചു. ആമിക്ക് വേണ്ടിയിട്ട് ഞാൻ കട്ടൻ ചായയാണ് ഇട്ട് വെച്ചിട്ടുള്ളത്. പിന്നെ ഇത് ഞങ്ങളുടെ ഫാമിലി ടൈമാണ്. ഇപ്പോൾ വെക്കേഷൻ ആയ കാരണം കൊണ്ട് കൂടുതൽ സമയം ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും കൂടുതൽ എത്രത്തോളം സമയം ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുമോ അത്രയും സമയം സ്പെൻഡ് ചെയ്യണമെന്നാണ് കേട്ടോ എൻ്റെ ആഗ്രഹം. ഹസ്ബൻഡിന് ഇപ്പോൾ വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ കൂടുതൽ സമയവും ഒരുമിച്ച് തന്നെയാണ് ഞാനും ആമിയും ഹസ്ബൻഡും ഒക്കെ സംസാരിക്കാറും കളിക്കാറും ചിരിക്കാറും ഒക്കെ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ജ്യൂസൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരത്തേക്ക് ഞാൻ ശരിക്കും പറയട്ടെ, ഞാൻ ഈ ജേർണൽ എഴുത്ത് ഇടയിൽ വെച്ച് സ്റ്റോപ്പ് ചെയ്തായിരുന്നു കേട്ടോ. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത, ഞാൻ ജീവിതത്തിൽ നമ്മൾ ഓരോ ദിവസവും നമ്മൾ ഓരോ പാഠങ്ങൾ പഠിക്കുമെന്ന് പറഞ്ഞ പോലെ തന്നെ ഞാൻ ഏറ്റവും വലിയൊരു പാഠം വീണ്ടും ഞാൻ പഠിച്ചൊരു മാസമായിരുന്നു മാർച്ച് മാസം. ഞാൻ ഒരിക്കലും ആ മാസത്തെ അല്ല കുറ്റം പറയുന്നത്, ചില തിരിച്ചറിവുകൾ എനിക്ക് തന്നിട്ടുള്ളൊരു മാസമായിരുന്നു. മാനസികമായിട്ട് ഞാൻ
ഞാൻ വളരെയധികം തളർന്നു പോയൊരു മാസമായിരുന്നു കേട്ടോ മാർച്ച് മാസം. അങ്ങനെ എൻ്റെ ജേണൽ എഴുത്തൊക്കെ ഞാൻ സ്റ്റോപ്പ് ചെയ്തു. ഞാൻ എൻ്റെ ജേണൽ എഴുതുന്നില്ല എന്ന് തന്നെ വിചാരിച്ച, മാനസികമായിട്ട് അത്രത്തോളം ബുദ്ധിമുട്ടിയ ഒരു മാസമായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഞാൻ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരുന്നൊരു കാര്യം എൻ്റെ ബർത്ത്ഡേക്ക് എന്നെ റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും അല്ലേ, ആ പഴയ ജേണലല്ല, ആ ഡയറി അല്ല ഞാൻ എടുത്തേക്കുന്നത്. അതിന് കാരണമെന്ന് പറയുന്നത് ആ ഡയറിയിൽ ഞാൻ ആഗ്രഹിക്കാത്ത, ഞാൻ ഒട്ടും ഇഷ്ടപ്പെടാത്ത കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് വേണ്ട പുതിയൊരു പേജായിട്ട് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട് എന്നെ ഇത്രയും എത്തിച്ച ഭഗവാനോടും അതുപോലെ ഈ പ്രപഞ്ചത്തോടും ഒക്കെ നന്ദി പറഞ്ഞുകൊണ്ടാണ് ഞാൻ എൻ്റെ ഡയറി എഴുത്ത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഇത് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാട്ടോ. നമുക്ക് മൈൻഡിന് ഭയങ്കരമായിട്ട് റിലാക്സ്ഡ് ആയിരിക്കും ഒരു ജേണൽ റൈറ്റിംഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും. നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ പറഞ്ഞില്ലേ, അപ്രതീക്ഷിതമായ ചില സംഭവങ്ങൾ നമ്മുടെ ലൈഫിൽ വരുമ്പോഴത്തേക്കും നമ്മൾ എല്ലാത്തിനും നമ്മൾ അങ്ങനെ പരാതിയും പരിഭവവും പറയേണ്ട കാര്യമില്ല കേട്ടോ. നമ്മൾ പല കാര്യങ്ങളും നമുക്ക് പഠിക്കാനുള്ളൊരു അവസരം കൂടിയാണ് ചില സംഭവങ്ങൾ, അല്ലെങ്കിൽ ചിലരുടെ കടന്നു വരവെന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്നുമൊക്കെ നമ്മൾ കൂടുതൽ പാഠങ്ങൾ പഠിച്ച് ഇനിയും നമ്മൾക്ക് പറ്റിയ മിസ്റ്റേക്ക് എന്താണോ അത് നമ്മൾ തിരുത്തി ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക, ഒരു പ്രതീക്ഷയോടെ മുന്നോട്ട് ജീവിതം കൊണ്ടുപോകുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. അങ്ങനെ എൻ്റെ ജേണൽ എഴുത്തും കാര്യങ്ങളൊക്കെ ഒരു സൈഡിൽ നടന്നു കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്കൊണ്ട് ആമിക്കും കൂടി എഴുതണമെന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ഞാൻ എപ്പോൾ ഡയറി എഴുതാനെടുത്താലും അവളും എന്നോടൊപ്പം കൂടാറുണ്ട്. അപ്പോൾ കൊച്ചു കുട്ടിയാണെങ്കിലും ഞാൻ ചെയ്യുന്ന കണ്ടിട്ടാണ് കേട്ടോ അവൾ ചെയ്യുന്നത്. ശരിക്കും എനിക്ക് ഭയങ്കര സന്തോഷമാണ് അതൊക്കെ കാണുമ്പോഴേക്കും. നമ്മൾ വീട്ടിലുള്ളവരെന്താണോ ചെയ്യുന്നത് അതിൻ്റെ ഒരു ഫോട്ടോ കോപ്പി തന്നെയായിരിക്കും നമ്മുടെ മക്കളെന്ന് പറയുന്നത്. അങ്ങനെ ആമിയും ഡയറി എഴുതുന്നുണ്ട്, അവൾ അവളുടേതായ ഭാഷയിൽ. അപ്പോൾ അവൾ എന്നോട് ചോദിച്ചു എങ്ങനെയാണ് എഴുതേണ്ടതെന്ന്. അപ്പം ഞാൻ പറഞ്ഞത് ആമിക്ക് എന്തൊക്കെയാണ് സന്തോഷമുള്ള കാര്യങ്ങൾ, ആമിയുടെ ജീവിതത്തിൽ ഇതുവരെ നടന്നിട്ടുള്ള നല്ല കാര്യങ്ങൾ, ആരോടൊക്കെയാണ് ഗ്രാറ്റിറ്റ്യൂഡ് പറയാനുള്ളത്, അതൊക്കെയാണ് എഴുതേണ്ടതെന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ അവൾ അവളുടേതായ ഭാഷയിലാണ് എഴുതുന്നത്, കുട്ടിയല്ലേ. അപ്പോൾ അവൾക്ക് നമ്മൾ അതിനൊരു ഫ്രീഡം കൊടുക്കണം. നമ്മുടേതായ ഭാഷയിലായിരിക്കും നമ്മൾ എഴുതുന്നത് അല്ലേ. അങ്ങനെ ജേണൽ റൈറ്റിങ്ങിന് പ്രത്യേകിച്ചൊരു ഭാഷയില്ലെന്നാണ് എൻ്റെ ഒരു അറിവ്. അങ്ങനെ എൻ്റെ മോളും എന്നോടൊപ്പം ഇരുന്ന് ജേണലൊക്കെ എഴുതി. ഇടയിൽ തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു എനിക്ക് ബെഡ് കവർ മാറ്റണമായിരുന്നു കേട്ടോ. ഇത് കുറേ ദിവസമായിട്ട് ഞാനിരുത്ത് മാറ്റി വെച്ചിരുന്നു. ഈ കവർ ഞാൻ അന്വേഷിച്ച് നടന്നിട്ട് എനിക്ക് ഇന്നാണിത് കിട്ടിയത്. അപ്പോഴത്തേക്കും ഇതിങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ശേഷം എടുത്തപ്പോഴത്തേക്ക് ഇതിൻ്റെ സൈഡിലുള്ള ഒരു സിപ്പുണ്ടല്ലോ, അതിങ്ങനെ കീറിയിരിക്കുകയാണ്. അത് ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. പിന്നെ എന്തായാലും നല്ല തുണിയാണ് കേട്ടോ. മേടിച്ചിട്ട് 1 വർഷമായി. കറക്റ്റ് കഴിഞ്ഞ വർഷം എൻ്റെ ബർത്ത്ഡേ ആ സമയത്താണ് നമ്മൾ ഈ ബെഡും കട്ടിലും അതുപോലെ ഈ ബെഡ് കവറും എല്ലാം മേടിക്കുന്നത്. ഞാനും ഹസ്ബൻഡും കൂടി ചേർന്നിട്ടാണ് ഇന്ന് ബെഡൊക്കെ വിരിച്ചത്. ഹസ്ബൻഡ് എന്നെ ഹെൽപ്പ് ചെയ്ത് തന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം വിരിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു സന്തോഷം തോന്നത്തില്ലേ ബെഡൊക്കെ കാണുമ്പോഴത്തേക്കും. അങ്ങനെ ഞാനൊന്ന് റിലാക്സായി കുറച്ച് നേരം ഇവിടെ ഇരുന്ന് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിച്ചിട്ട് ലഞ്ച് പുറത്തുനിന്നാണെന്ന്. അതുകൊണ്ട് എനിക്ക് വേറെ പണിയൊന്നും ഇല്ല ഇന്ന്. കിച്ചണിലെ കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളാണ് ചെയ്യുന്നത്. വെറുതെ ഇരുന്ന് ബോറടിക്കണ്ടല്ലോ, വെറുതെ എന്തിനാ സമയം കളയുന്നതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ബാക്കി കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് കരുതിയത്. അങ്ങനെ നോക്കിയപ്പോഴത്തേക്കൊണ്ട് പണിയൊന്നും ഇല്ല എന്ന് പറഞ്ഞിരുന്നപ്പോഴത്തേക്കുമാണ് ഹസ്ബൻഡിൻ്റെ ടീഷർട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കീറിപ്പോയി. അങ്ങനെ അത് തയ്ച്ചെടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന കേട്ടോ. അപ്പം അങ്ങനെ എനിക്കൊരു ഡൗട്ടായിരുന്നു ഇത് തയ്ച്ചെടുക്കാൻ പറ്റുമോ എന്ന്. പക്ഷേ എൻ്റെ അടുത്ത് സെയിം കളറ് നൂലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഞാൻ തയ്ച്ചു കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് തുണികൾ മടക്കി വെക്കാനുണ്ടായിരുന്നേ. അങ്ങനെ തുണികളെല്ലാം എടുത്ത് മടക്കി വെക്കുന്നുണ്ട് ഒരു സൈഡിൽ. ആമിയും കൂടെ എന്നോടൊപ്പം കൂടിയിട്ടുണ്ട്. പിന്നെ നല്ല വെയിലാണ്, ഞാൻ പറഞ്ഞല്ലോ. ഈ സമയത്തൊക്കെ നമുക്ക് പുറത്ത് പോകാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ ഞങ്ങൾക്ക് ഡിന്നർ കഴിക്കാൻ പോകാമെന്നാണ് ആദ്യം പ്ലാൻ ചെയ്തത്. പക്ഷേ ഹസ്ബൻഡിന് ജോലിയുള്ള കാരണം കൊണ്ട് ഞങ്ങൾ പിന്നെ ലഞ്ചിന് തന്നെ പോകാമെന്ന് കരുതി. അപ്പോൾ എന്തായാലും വെയിലത്താണ് പോകേണ്ടത്. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ബർത്ത്ഡേ ഡ്രസ്സ്. ഞാൻ പറഞ്ഞല്ലോ അന്ന് മാക്സിൽ നിന്ന് എടുത്തു തന്നതാണ്. ലെഗിൻസ് പഴയതാണ്, എന്നാലും ഞാൻ അങ്ങനെ അധികം ഇടാത്ത ഡ്രസ്സാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ക്ഷേത്രത്തിൽ പോകാൻ പറ്റാത്തതിൻ്റെ നല്ല വിഷമമുണ്ട്. അതുപോലെ തന്നെ വീട്ടിലും വിളക്ക് വയ്ക്കാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി. ആ ഒരു വിഷമം ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയെല്ലാം ഞാൻ എക്സ്പെക്റ്റ് ചെയ്തേക്കാളും ഭയങ്കര ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതിൻ്റെ മേലെയായിരുന്നു ഇന്നത്തെ എൻ്റെ ദിവസം എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നത് ഞാൻ ഇതുവരെ ആഘോഷിച്ചിട്ടുള്ള എൻ്റെ ബർത്ത്ഡേയിൽ
ഏറ്റവും സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ ഇന്ന്. പിന്നെ മാത്രമല്ല കല്യാണത്തിന് മുന്നേ അങ്ങനെ എൻ്റെ വീട്ടിൽ അങ്ങനെ എൻ്റെ ഒരു ബർത്ത്ഡേയും ഞങ്ങൾ എൻ്റെ വീട്ടിൽ ആഘോഷിച്ചിട്ടില്ല കേട്ടോ. ഒരു ബർത്ത്ഡേ പോലും എൻ്റെ അനിയൻ്റെതാണെങ്കിലും എൻ്റെതാണെങ്കിലും. പിന്നെ എനിക്കാണെങ്കിൽ ഭയങ്കര കരച്ചിലും വാശിയൊക്കെ ആയിരുന്നു കുഞ്ഞായിരുന്നപ്പോഴൊക്കെ. എനിക്ക് കേക്ക് വേണം, സദ്യ ഒരുക്കണം, പായസം വെക്കണമെന്നൊക്കെ. പക്ഷേ വീട്ടിൽ അങ്ങനെ ഒന്നും ചെയ്യാറില്ല. പിന്നെ എൻ്റെ കരച്ചിലും വിഷമമൊക്കെ കണ്ടിട്ട് അമ്മ ഇങ്ങനെ പായസം എന്തെങ്കിലും ഉണ്ടാക്കി തരും. അതും എല്ലാ വർഷമൊന്നുമില്ല, മിക്കവാറും അവരെല്ലാവരും മറന്നു പോവും. അങ്ങനെയൊക്കെയാണ്. പക്ഷേ ശരിക്കും കല്യാണത്തിന് ശേഷമാണ് ഞാൻ ആഗ്രഹിച്ച പോലെ എനിക്ക് ജീവിക്കാനായിട്ട് സാധിക്കുന്നത്. അതിന് ഈശ്വരനോടും എൻ്റെ പാരൻസിനോടും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡിനോടും. ഒരുപക്ഷെ അന്ന് അതിനൊന്നും നമുക്ക് സാധിക്കാത്തത് കൊണ്ടായിരിക്കാം ഇന്നിപ്പോൾ ആഗ്രഹിച്ചതിലും അപ്പുറമായിട്ടുള്ളൊരു ഇരട്ടി സന്തോഷം ഈശ്വരൻ എനിക്ക് തന്നെന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് കേട്ടോ. ഓരോ സെക്കൻഡും ഞാൻ ഈശ്വരനോട് ഞാൻ നന്ദി പറഞ്ഞുകൊണ്ടാണ് ജീവിക്കുന്നത്. കാരണം ജീവിതത്തിലെ ഈ ചെറിയ ചെറിയ സന്തോഷങ്ങൾ നമ്മൾ ആഗ്രഹിക്കാതെ നമ്മൾ അത്രയും ആഗ്രഹിച്ച് നമുക്ക് കിട്ടുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷം, അത് പലർക്കും, എനിക്ക് തോന്നുന്ന ഈ വീഡിയോ കാണുന്ന പലർക്കും മനസ്സിലാവുമായിരിക്കും. പിന്നെ ഏതൊരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളവും അവളുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ള ജീവിതം മനോഹരമാക്കാൻ കഴിയുന്നത് അവളുടെ ഭർത്താവിന് തന്നെയാണ്. എത്രയൊക്കെ നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറഞ്ഞാലും എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഒരു കുടുംബത്തിൽ ഹസ്ബൻഡും വൈഫും ഒരുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഇണങ്ങിയും പിണങ്ങിയും സ്നേഹിച്ചുമൊക്കെ ജീവിക്കുമ്പോഴാണ് അവളുടെ ജീവിതം പൂർണ്ണതയിലെത്തുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എത്രത്തോളം പേര് ഇതിനോട് യോജിക്കുമെന്ന് എനിക്കറിയത്തില്ല. നമ്മുടെ സന്തോഷം നമ്മൾ കണ്ടെത്തണം എന്ന് പറയുന്നതോടൊപ്പം തന്നെ കുടുംബത്തെ നമ്മൾ ചേർത്ത് പിടിക്കാനും നമ്മൾക്ക് ഒരു സങ്കടം വരുമ്പോൾ കൂടെ നിൽക്കാനും നമ്മുടെ പാർട്ട്ണർക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അതിലും വലിയൊരു സൗഭാഗ്യം ഒരു സ്ത്രീക്ക് കിട്ടാനില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ആ കാര്യത്തിൽ ഞാനും ഒരു ഭാഗ്യവതിയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ അണ്ണാനഗറിലുള്ള ഓണ്ടി റൂഫ് എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിലാണ് കൊണ്ടുവന്നേക്കുന്നത് ഹസ്ബൻഡ്. ശരിക്കും ഇത് റൂഫ് ടോപ്പിൽ വരുന്ന ഒരു റെസ്റ്റോറൻറ്റാണ്. ഇവിടെ നൈറ്റാണ് വരാനുള്ളത്. നൈറ്റ് വരുമ്പോഴാണ് നല്ല ഭംഗി. പക്ഷേ ഞങ്ങൾ പറഞ്ഞില്ലേ ലഞ്ചിനാണ് ഇവിടെ വന്നേക്കുന്നത്. അപ്പോൾ ഇവിടെ വന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കാണ് നമുക്ക് ഫുഡൊക്കെ തന്നത്. നമ്മൾ ഓർഡർ ചെയ്തത് ഇവിടെ വന്നപ്പോഴത്തേക്കും ബിരിയാണിയും അതുപോലെ ചിക്കൻ ബിരിയാണിയും, ഹസ്ബൻഡിന് മട്ടൻ ബിരിയാണി, ഞാനും ആമിയും ഒരു ചിക്കൻ ബിരിയാണി എടുത്തു. കേരള ഫിഷ് കറിയും മലബാറി ചിക്കൻ കറിയൊക്കെ ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോഴത്തേക്കും പെട്ടെന്ന് എൻ്റെ കണ്ണിൽ അത് ഉടക്കിയിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ നമുക്ക് മലബാറി ചിക്കൻ കറി മേടിക്കാമെന്ന്. അങ്ങനെ അതും കൂടി ഓർഡർ ചെയ്ത് കേട്ടോ. അപ്പോൾ അവർ അവിടെ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നതിനിടയിൽ തന്നെ നമുക്ക് കുറച്ചുകൂടി ഒന്ന് ചുറ്റി കാണാമെന്ന് കരുതിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നു. അപ്പം വന്നപ്പോഴത്തേക്കാണ് ഹസ്ബൻഡാണ് പറഞ്ഞത് ഇതിൻ്റെ മേലെ ഇങ്ങനെ കല്യാണമൊക്കെ നടത്താൻ വേണ്ടിയിട്ടുള്ള ഈ ഔട്ട്ഡോർ വെഡ്ഡിങ് ഒക്കെ നടത്തത്തില്ലേ, അതിൻ്റെ സംഭവം ഉണ്ട്, അതൊന്ന് പോയി വീഡിയോ എടുക്കാനായിട്ട്. ഞാൻ വന്ന് നോക്കിയപ്പോഴത്തേക്കും കൊണ്ട് അവിടെ ലോക്ക് ചെയ്ത് ഇട്ടേക്കാണ് കേട്ടോ. ഞങ്ങൾക്ക് മേലെ കയറാൻ പറ്റില്ല, അത് വെഡ്ഡിങ് പാർട്ടീസിന് മാത്രം അവിടെ കയറാൻ പറ്റുന്നതാണ്. പിന്നെ ഇവിടുത്തെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റൊക്കെ അടിപൊളിയാണ്, നല്ല ആംബിയൻസ് ആണ് കേട്ടോ, പറയാതിരിക്കാൻ പറ്റത്തില്ല. ഫുള്ള് പച്ചപ്പും ഹരിതാഭയൊക്കെയാണ്. എനിക്ക് തോന്നുന്നത് ഞാൻ ഈ ചെടികളോടൊക്കെ കൂടുതൽ അട്രാക്ഷനുള്ള ഒരാളായത് കൊണ്ടായിരിക്കണം ഹസ്ബൻഡ് ഇത് ബുക്ക് ചെയ്തതെന്ന് തോന്നുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞത് എവിടെയാണ് പോകുന്നതെന്നും പറഞ്ഞിരുന്നില്ല, സർപ്രൈസ് ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ എനിക്കും അറിയത്തില്ലായിരുന്നു കേട്ടോ, ഒരു പ്രതീക്ഷയും ഇല്ലാതെയാണ് വന്നത്. ഞാൻ വിചാരിച്ചത് വേറെ എവിടെയെങ്കിലും ആയിരിക്കും എന്നാണ് കരുതിയത്. പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്കും ഭയങ്കര സർപ്രൈസായി. പിന്നെ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ടറായിട്ട് ലാമ്പാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ലാമ്പ് ഫ്രൈ ആണ്. അപ്പോൾ അത് ഇവിടെ ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് അത് എടുത്തു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഈ മലബാറി ചിക്കൻ കറി വേണമെന്ന് പറഞ്ഞുകൊണ്ട് അത് മേടിച്ചു. പിന്നെ ആമിക്കും ബിരിയാണിയാണ് അവളുടെ ഫേവറേറ്റ്. പിന്നെ മറ്റുള്ള ഡിഷുകളൊന്നും നമ്മൾ കൂടുതൽ പരീക്ഷിക്കാത്തത് വയറിന് പ്രശ്നം ആവണ്ടെന്ന് കരുതിയിട്ടാണ്. ഫുഡൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ, പറയാതിരിക്കാൻ പറ്റത്തില്ല. നല്ല ആഹാരമാണ്. റേറ്റും വലിയ കുഴപ്പമില്ല, അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് തന്നെയാണ്. പിന്നെ എനിക്ക് തോന്നിയ ഒരു കാര്യം, നീറ്റ്നെസ് ഭയങ്കര ഒരു എക്സ്ട്രാ ഓർഡിനറി നീറ്റ്നെസ് ഇല്ല. കാരണം ഔട്ട്ഡോർ ആയ കാരണം കൊണ്ടാണ്. നമ്മൾ ഇരിക്കുന്ന പോർഷനിലൊന്നും വലിയ ഡസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ എന്നാലും നമ്മൾ ടോയ്ലറ്റിൻ്റെ ആ ഒരു സെക്ഷൻ പോയപ്പോഴത്തേക്കും തീരെ എനിക്ക് അങ്ങോട്ട് വൃത്തി തോന്നിയില്ല. ബാക്കിയെല്ലാം ഓക്കെയാണ് കേട്ടോ. അങ്ങനെ എന്തായാലും നമുക്ക് ഭക്ഷണം വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിക്കുന്നുണ്ട്. എനിക്ക് ഈ മലബാറി ചിക്കൻ കറി കഴിച്ചപ്പോഴത്തേക്കും ഉണ്ടല്ലോ, ബട്ടർ ചിക്കനിൽ അവർ കോക്കനട്ട് ഓയിൽ വെച്ചിട്ട്, അതായത് വെളിച്ചെണ്ണയിൽ താളിച്ചെടുത്ത പോലൊരു ടേസ്റ്റാണ് എനിക്ക് ഫീൽ ചെയ്തത്. നമ്മുടെ നാട്ടിലത്തെ മലബാറി ചിക്കൻ കറി ഇങ്ങനത്തെ ടേസ്റ്റ് അല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷേ ഇതും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ അതിലുള്ള ചിക്കൻ പീസസ് ആണെങ്കിലൊക്കെ നന്നായിട്ട് വെന്ത പീസസാണ്. പിന്നെ ബിരിയാണി ഓഫ്കോഴ്സ് നമ്മുടെ ചെന്നൈയുടെ ഫ്ലേവറാണ്. നല്ല ബിരിയാണിയായിരുന്നു. വേറെ അങ്ങനെ കുറ്റം പറയാനുള്ളതായിട്ടൊന്നുമില്ല. പൊതുവേ ഞങ്ങളങ്ങനെ ഭക്ഷണത്തെ കുറ്റം പറയുന്ന ആൾക്കാരല്ല. തീരെ നമുക്ക് കഴിക്കാൻ പറ്റാത്ത ഇതാണെന്നുണ്ടെങ്കിൽ പോലും
നമ്മൾ മാക്സിമം വേസ്റ്റ് ആക്കാതെ കഴിച്ചിട്ട് വരുന്ന ആൾക്കാരാണ് കേട്ടോ. കാരണം ആഹാരം നമ്മളെപ്പോഴും റെസ്പെക്റ്റ് കൊടുത്ത് കഴിക്കേണ്ട ഒരു കാര്യമാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇനിയിപ്പോൾ വീട്ടിൽ പോകുന്നില്ല, നേരെ നമ്മൾ VR മാളിലാണ് വന്നത്. ഇവിടെ വന്ന് കുറച്ച് നേരം ഇരിക്കാമെന്ന് കരുതി കേട്ടോ. വരുന്ന വഴിയിലൊക്കെ ഭയങ്കര വെയിലായിരുന്നു, അപ്പോൾ വേർത്ത് കുളിച്ചാണ് നമ്മൾ വരുന്നത്. അങ്ങനെ നേരെ VR മാളിൽ വന്ന് കയറിയ ഉടനെ തന്നെ ഇവിടുത്തെ ഫുഡ് കോർട്ടിൽ വന്നിട്ട് ഒരു ജ്യൂസ് കഴിക്കുകയാണ് ചെയ്തത് കേട്ടോ. കുറച്ച് നേരം ഇവിടെ ഇരുന്നിട്ട് ഞങ്ങൾ പിന്നെ സിനിമ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് രോഹിണി തിയേറ്ററിലാണ് സിനിമ ബുക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ എന്തായാലും ഇവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് ഇവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ട് ഈവനിങ് ആണ് നമ്മൾ സിനിമ ബുക്ക് ചെയ്തേക്കുന്നത്. അങ്ങനെ ജ്യൂസ് കഴിച്ച് കഴിഞ്ഞിറങ്ങിയപ്പോഴത്തേക്കും ഇവിടെ ഐസ്ക്രീം കണ്ടു. അങ്ങനെ പിന്നെ അത് ആമിക്ക് വേണ്ടിയിട്ട് മേടിച്ചു കൊടുത്തു. ഞാനും ആമിയും കുറച്ച് കഴിച്ചായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഇവിടെ നിന്നതിന് ശേഷമാണ് തിയേറ്ററിലേക്ക് വരുന്നത്. ലാലേട്ടൻ്റെ തുടരും എന്ന് പറയുന്ന സിനിമയാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അടിപൊളി സിനിമയാണ് കേട്ടോ. ഞങ്ങൾ ലാലേട്ടൻ ഫാനാണെന്ന് നേരത്തെ പറഞ്ഞിട്ടുള്ളതല്ലേ, അപ്പോൾ ഒരു എക്സ്പെക്റ്റേഷനും ഇല്ലാതെ വന്ന സിനിമയാണ്. അപ്പോൾ ഈ സിനിമ ഇന്നാണ് റിലീസ് ആയതും. അപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ സിനിമയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പഴയ ലാലേട്ടനെയൊക്കെ തിരിച്ച് കിട്ടിയെന്നൊക്കെ ഒരു കമൻറ്റ് ഒക്കെയാണ് പൊതുവിൽ എല്ലാവരും പറയുന്നത്. ഞങ്ങൾക്കും അത് തന്നെയാണ് ഫീൽ ചെയ്തത്. അങ്ങനെ ഞങ്ങൾ സിനിമ കഴിഞ്ഞിറങ്ങിയപ്പോഴത്തേക്കും പുറത്ത് ഇതുപോലെ റിവ്യൂ ചോദിക്കാനായിട്ട് വേറെ ചാനലുകാരുണ്ടായിരുന്നു. അങ്ങനെ ഹസ്ബൻഡ് റിവ്യൂ ഒക്കെ പറയുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഇതിനിടയിൽ നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് പോയപ്പോൾ തന്നെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അഞ്ചു ഉണ്ടല്ലോ, അവൾ ഇങ്ങനെ ഫോൺ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലെ എനിക്ക് പാഴ്സൽ വരും, ബർത്ത്ഡേ ഗിഫ്റ്റ് ഇങ്ങനെ അയച്ചിട്ടുണ്ട്, വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ശരിക്കും വെയിറ്റ് ചെയ്തിരുന്നിട്ട് കാണാഞ്ഞത് കൊണ്ട് ഞങ്ങൾ നേരെ പുറത്തേക്ക് പോയി. അപ്പോൾ ഇതിനിടയിൽ തന്നെ പാഴ്സൽ കൊണ്ടുവന്ന് നമ്മുടെ വീട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വന്ന ഉടനെ തന്നെ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്, എന്നെക്കാളും എക്സൈറ്റ്മെൻറ്റ് എൻ്റെ ഹസ്ബൻഡിനായിരുന്നു കേട്ടോ. ഈ ഗിഫ്റ്റ് എത്രയും പെട്ടെന്നൊന്ന് തുറന്ന് കാണണമെന്നുള്ളത്. അപ്പോഴത്തേക്കും ഭയങ്കര സർപ്രൈസായിപ്പോയി. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്രയും ഗിഫ്റ്റൊക്കെ എനിക്ക് അയക്കുമെന്ന്. എല്ലാ വർഷവും മുടങ്ങാതെ എൻ്റെ ബർത്ത്ഡേക്ക് അവൾ ഓർമ്മിച്ച് വെച്ച് എന്തെങ്കിലുമൊക്കെ സർപ്രൈസസ് എനിക്ക് തരാറുണ്ട്. എൻ്റെ ഹസ്ബൻഡിനെ പോലെ തന്നെ ഇതുപോലെ കുറേ ഗിഫ്റ്റുകൾ അയച്ചു തരും. പിന്നെ ഒരിക്കലും വിലമതിക്കാനാവാത്ത ഒരു കാര്യമെന്ന് പറയുന്നത് അവൾ എനിക്കെപ്പോഴും ഇങ്ങനെ ബർത്ത്ഡേ സമയത്തൊരു ലെറ്റർ അയക്കാറുണ്ട് കേട്ടോ. അപ്പം നമുക്ക് വേണ്ടിയിട്ട് ഒരാൾ ഇത്രയും എഫേർട്ട് എടുത്തിട്ട് ഇത്രയും നമുക്ക് വേണ്ടിയിട്ട് ഒരാൾ ചെയ്യുന്നുണ്ടെങ്കിൽ അയാളുടെ ജീവിതത്തിൽ നമ്മുടെ സ്ഥാനം എന്താണെന്ന് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. എന്നെ ഒരു രീതിയിലും മാറ്റി നിർത്താതെ എന്നെ ഞാനായിട്ട് കണ്ട് എൻ്റെ വളർച്ചകളിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന, ഞാൻ ഇനിയും ബ്രൈറ്റ് ആവണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരേ ഒരു വ്യക്തി എൻ്റെ ജീവിതത്തിൽ ഇവൾ മാത്രമാണ്. അപ്പോൾ എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അത്രത്തോളം എനിക്ക് സന്തോഷമുള്ളൊരു കാര്യമാണ് ഇന്നത്തെ ദിവസം നടന്നത് കേട്ടോ. പിന്നെ ഏറ്റവും വലിയൊരു അത്ഭുതം നടന്നതെന്ന് പറയുന്നത് ഒരു 10 വർഷം മുന്നേ ഞാൻ പരിചയപ്പെട്ട എൻ്റെ ഒരു അനിയത്തിയാണെന്ന് പറയാം. ആ കുട്ടി എന്നെ ഇന്ന് ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെ. അത് വളരെ അൺഎക്സ്പെക്റ്റഡായിട്ട് നടന്നൊരു കാര്യമാണ്. പൊതുവിൽ അവൾ അങ്ങനെ ആരെയും വിളിക്കാത്തതാണെന്ന് പറഞ്ഞു. പക്ഷേ ഇന്ന് എന്തോ എന്നെ വിളിക്കണമെന്ന് തോന്നിയെന്ന് പറഞ്ഞു. ശരിക്കും ഇവരെല്ലാവരും കൂടി ചേർന്ന് എൻ്റെ ഇന്നത്തെ ഒരു ഡേ എന്ന് പറയുന്നത് ഏറ്റവും സ്വീറ്റാക്കി മാറ്റി എന്നുള്ളതാണ് സത്യം. ഹസ്ബൻഡാണെങ്കിലും എൻ്റെ ഫ്രണ്ട് അഞ്ചു ആണെങ്കിലും ഈ രേവതി എന്ന് പറയുന്ന കുട്ടിയാണെങ്കിലും പിന്നെ എനിക്ക് വേണ്ടിയിട്ട് വിഷ് ചെയ്ത ഓരോ എൻ്റെ സുഹൃത്തുക്കൾക്കും എൻ്റെ യൂട്യൂബിലെ സുഹൃത്തുക്കൾക്കും എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. നമുക്ക് ജീവിതത്തിൽ ഒരുപാട് പേരൊന്നും വേണ്ടാന്നേ, 1-2 പേരോ ആയാലും മതി. പക്ഷേ നമ്മളെ മനസ്സിലാക്കുന്ന, നമ്മുടെ കൂടെ നിൽക്കുന്ന ആ കുറച്ച് പേരായിരിക്കും നമുക്ക് എന്നും പ്രതീക്ഷ. എനിക്ക് എന്ത് സങ്കടം വന്നാലും എനിക്ക് ഓടിപ്പോയി പറയാൻ പറ്റുന്ന, എനിക്ക് അതിരുകളില്ലാതെ എനിക്ക് സംസാരിക്കാൻ പറ്റുന്ന എൻ്റെ ഒരു നല്ലൊരു സുഹൃത്താണ്. എന്ത് എനിക്ക് വിഷമം വന്നു കഴിഞ്ഞാലും അത് എന്നെക്കാളേറെ അതിൻ്റെ ആഴത്തിൽ മനസ്സിലാക്കുകയും എന്നെ അതിനോടൊപ്പം തന്നെ ചേർത്ത് നിർത്തുകയും എനിക്ക് ആശ്വാസ വാക്കുകൾ പറഞ്ഞു തരികയും ഒക്കെ ചെയ്യുന്ന എൻ്റെ ഏറ്റവും നല്ലൊരു സുഹൃത്താണ്. അവൾ എന്നെ വിശേഷിപ്പിക്കുന്നത് സോൾമേറ്റ് എന്നാണ് പറയുന്നത്. എന്നെ ഇപ്പോൾ വിളിക്കുന്ന പേര് കണ്ണമ്മ എന്നാണ്. എനിക്ക് തോന്നുന്നു എൻ്റെ ലൈഫിൽ ഞാൻ ആർക്കും അവൾക്ക് കൊടുത്തിട്ടുള്ള അത്രയും ഫ്രീഡം കൊടുത്തിട്ടില്ല. എന്നെ എന്തും പറയാനുള്ളൊരു ഫ്രീഡം എൻ്റെ ഒരു സുഹൃത്തുക്കൾക്കും ഞാൻ കൊടുത്തിട്ടില്ല. എൻ്റെ ഹസ്ബൻഡും അച്ഛനും കഴിഞ്ഞാൽ അടുത്ത് ഇവളാണ്. ഇവർ 3 പേരും ഈക്വലായിട്ടാണ് എന്നെ ട്രീറ്റ് ചെയ്യുന്നതും എന്നോടൊപ്പം ചേർന്ന് നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത എൻ്റെ ഒരു സുഹൃത്താണ്. അപ്പോൾ ഇത്രയും ഗിഫ്റ്റൊക്കെ എനിക്ക് വേണ്ടിയിട്ട് അയച്ചു തന്നതിന് ഒത്തിരി നന്ദിയുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.